5 വർഷത്തിലെ ഒരു ദിവസങ്ങൾ രാജാവാണ്. ആ ഒരു ദിവസമാണ് നാളെ. എല്ലാവരും നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം. അതിനുശേഷം കുറച്ച് കാര്യം കൂടി പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ വോട്ടർ ഐഡിയോ അല്ലെങ്കിൽ ആധാർ കാർഡോ അല്ലെങ്കിൽ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ ഏതെങ്കിലും ഒന്ന് കയ്യിൽ കരുതുക. പിന്നെ ഇങ്ങോട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് എന്താ പറയുക, നല്ല ചൂടാണ് നാട്ടില്. അപ്പോൾ ഒരു വെള്ള കുപ്പി എന്തായാലും കയ്യിൽ കരുതുക. ഇത് രണ്ടാമത്തത്. മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ EVM മെഷീനാണ്, ഇലക്ട്രോണിക് ആണ്. അപ്പൊ എന്തായാലും എന്തെങ്കിലും വിഷയം വരാതിരിക്കൂല. അപ്പൊ VVPAT നിങ്ങൾ നോക്കുക, നമ്മളെ വോട്ട് കറക്റ്റ് ആണോ ചാടിയിട്ടുള്ളത്, നമ്മൾ ചെയ്ത വോട്ട് തന്നെയാണോ അതിലേക്ക് വന്നിട്ടുള്ളത് ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് നിങ്ങളോട് പറയാൻ എന്താ പറയുക, ഞങ്ങൾ പ്രവാസികൾക്ക് ഞങ്ങളെ ചൂണ്ടുവരൽ നിങ്ങളാണ്. കാരണം ഞങ്ങൾ പല വിഷയങ്ങൾ കൊണ്ടും ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞങ്ങളെ ചൂണ്ടുവരൽ നിങ്ങളാണ്. ചെയ്യണ വോട്ട് അത് വ്യക്തിപരമായിട്ട് നല്ലോണം ശ്രദ്ധിച്ച് നമ്മുടെ തലക്ക് നേട്ടം കിട്ടാത്ത രൂപത്തിലല്ല. കാരണം ഉപകാരം ചെയ്തിട്ടില്ലേനോട് ഉപദ്രവം ചെയ്യാത്ത ഒരാളെ നിങ്ങൾ സെലക്ട് ചെയ്ത് വിടുക. ഇനിയുള്ള 5 വർഷം നമ്മൾ അവരെ കാലിന്റെ അടിയിൽ പോയിക്കാണ്ട് കൈ ഒപ്പി നിൽക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ കാല് വന്നിക്കേണ്ട അവസ്ഥ വരരുത്. അപ്പൊ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്, ചെയ്യണ വോട്ട് വ്യക്തിപരമായിട്ട് ഇന്നത്തെ ഒരു രാത്രി നല്ലോണം ആലോചിച്ച്, ഇന്നൊരു രാത്രി ഉറക്കമൊഴിച്ചാലും വേണ്ടില്ല, നല്ലോണം ആലോചിച്ച് തന്നെ കുത്തണം കേട്ടോ. ഞങ്ങളുടെ നാളത്തെ ശബ്ദങ്ങളാണ്, അതേപോലെ തന്നെ നാളത്തെ ചൂണ്ടുവരലുകളാണ്. അപ്പൊ എല്ലാവരും പോയി വോട്ട് ചെയ്യണം ആദ്യം. വോട്ട് ചെയ്യാൻ വേണം, അവകാശമാണ്, അത് വിനിയോഗിക്കാൻ വേണം. അതിന്റെ കൂട്ടത്തിൽ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും വേണം കേട്ടോ. ഓക്കെ, ബൈ.